റിലേഷൻഷിപ്പിന്റെ സമയത്ത് ഞാൻ ഡാ എന്ന് വിളിച്ചപ്പോ അമ്മ ഇങ്ങനെ നോക്കി ഇങ്ങനെ കാണിച്ചു. അത് ഞാൻ എബി പോയി കഴിഞ്ഞപ്പോൾ എന്താണ് ഷാൻഡി ഇങ്ങനെയൊന്നും വിളിക്കരുത്. ഞാൻ നിങ്ങളോട് ചോദിച്ചു ഞാൻ വിളിക്കുന്നുണ്ട്, തനിക്ക് പ്രശ്നമുണ്ടോ? ഇപ്പോൾ പുള്ളിക്ക് പ്രശ്നമില്ല, എന്റെ പാരന്റ്സിന് പ്രശ്നമുണ്ടോ? അത് നീ വിളിച്ചു നോക്കിയാൽ അറിയാൻ പറ്റുള്ളൂ. ഭാര്യയായി കഴിഞ്ഞപ്പോഴത്തേനും അങ്ങനൊന്നും പറയല്ലേ. അമ്മ ഇതുപോലെ എടി നിന്റെ ഭർത്താവിന് അത് എടുത്തു കൊടുക്കൂ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ ഇങ്ങനെ ഭാര്യ കഴിഞ്ഞപ്പോഴാണ് ഗ്രേസ് കുറച്ചുകൂടെ ഫണ്ണായതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഫ്രീഡം കിട്ടിയല്ലോ. അതെ, ഗേൾസിന് അത്യാവശ്യം ഫ്രീഡം അനുവദിച്ചു കൊടുക്കുന്ന ഒരു മോഡേൺ ഫാമിലിയാണ് ഞങ്ങളുടെ. ആരെക്കൊണ്ട് പണിയെടുപ്പിക്കുന്ന ഒരു വീഡിയോ ഉണ്ടല്ലോ, ജനലൊക്കെ കഴിയിപ്പിക്കുന്നു. അത് ഞങ്ങളുടെ വീട്ടിലെ ഒരു ചെറിയ ഉൽപ്പന്നമാണ്. മോളാണ്. കല്യാണം കഴിഞ്ഞ് ഫസ്റ്റ് ഞാൻ അവിടെ നിൽക്കുന്ന ദിവസം അന്ന് രാത്രി അവൾ എന്നോട് ചോദിച്ചാൽ ഇന്ന് ആമി പോണില്ലേന്ന് ചോദിച്ചു. അപ്പൊ അമ്മ പറഞ്ഞു കൊടുത്തു ഇല്ല ഇന്ന് ആമി പോണില്ല, ഇന്ന് തൊട്ട് ഇനി ആമി ഇവിടെയാണെന്ന് പറഞ്ഞു. അപ്പൊ അവൾക്ക് ഭയങ്കര സന്തോഷമായി, ഇനി കളിക്കാൻ കൂടെ ഉണ്ടല്ലോ. പക്ഷെ അവൾ എക്സ്പെക്ട് ചെയ്തില്ല എബിയുടെ കൂടെ ഫുൾ ടൈം ഞാൻ ഉണ്ടാകും, അവളുടെ സ്പേസ് ഞാൻ എന്നിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുള്ള കാര്യം അവള് പിന്നെയാണ് അക്സെപ്റ്റ് ചെയ്യണത്. പിന്നെ അവൾക്ക് ചെറിയൊരു സാധനം വന്നു തുടങ്ങി. എന്താണ് എപ്പോഴും ആമി ആ ചാച്ചുന്റെ കൂടെ ഇരിക്കുന്നത്, എപ്പോഴും സംസാരിക്കണം, ആ സാധനമൊക്കെ ചെറുതായിട്ട് ചെറുതായിട്ട് വന്നു തുടങ്ങി. ഇപ്പൊ പുള്ളിക്കാരി ലിറ്ററലി പറഞ്ഞ ഞങ്ങളുടെ കൊച്ചിനെ പോലെ തന്നെയാ. അല്ല അവളെ സംബന്ധിച്ചോളം അവളുടെ പ്ലേ സ്കൂളിൽ അവളുടെ കൂടെ കളിക്കുന്ന 2 ഫ്രണ്ട്സ് ഉണ്ട്. വീട്ടിൽ വന്നാൽ കളിക്കുന്ന ഫ്രണ്ട്സ് ഞങ്ങൾ 2. ഏറ്റവും അപ്രീഷിയേറ്റ് ചെയ്ത ഒരു മൂവി ഏതാ? ബ്രൂട്ടലി ഓണസ്റ്റ് ആണ്. അതായത് ഒരു മയോ ഇല്ല എന്നൊക്കെ നമ്മൾ പറയില്ലേ. ചില സിനിമയെ കണ്ട് എന്തുവാ ചെയ്ത് വെച്ചിരിക്കണേന്ന് ചോദിക്കും. ചില മൊമെന്റ്സും ചില റിയാക്ഷൻസ് ഒക്കെ കാണുമ്പോൾ പുള്ളി തിയേറ്ററിൽ ഇരുന്നതിന് എന്നെ ഇങ്ങനെ നോക്കും, ഹലോ എന്ന് പറയും. ചില അതുപോലെ തന്നെ ഇങ്ങനെ ചോദിക്കും. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. നമസ്കാരം. വെൽക്കം ടു ദ കെന്ന ഷോ. ഇന്ന് എന്റെ ഷോയില് അടുത്ത ഒരു അടിപൊളി ഒരു കപ്പിളായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വാലന്റൈൻസ് ഡേ ഒക്കെ നമ്മൾ ഡയന ചേച്ചിയും ഹമീദേട്ടനൊക്കെ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്തു. അപ്പൊ വീണ്ടും ഞാൻ ഒരു അടിപൊളി കപ്പിളായിട്ട് വന്നിരിക്കുകയാണ്. അതാരാന്ന് വെച്ചാൽ നമ്മൾ കുറെ നാളായി ഇവരെ ഇങ്ങനെ കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഫസ്റ്റ് ഇന്റർവ്യൂ നമുക്ക് കിട്ടണം എന്നൊക്കെ വിചാരിച്ചാണ് കോണ്ടാക്ട് ചെയ്തത്. പക്ഷെ സാരില്ല, നമ്മുടെ സ്വന്തം ഗ്രേസ് ആന്റണി ആൻഡ് എബി. നമസ്കാരം. അതെ, എന്റെ ഒരു ഐക്കോണിക് സാധനമാണ് 3 നമസ്കാരം. അത് എന്താ അങ്ങനെ പ്രോഗ്രാം പ്രൊഡ്യൂസർ ഒക്കെ തന്നോണ്ട് ഇപ്പൊ 3 നമസ്കാരം. അപ്പൊ എല്ലാരും തിരിച്ചു എനിക്ക് 3 നമസ്കാരം തരും. എന്തുകൊണ്ടാ ഞങ്ങൾക്ക് ആദ്യം കപ്പിൾ ഇന്റർവ്യൂ തരാതിരുന്നത് നിങ്ങള്? ഞാൻ കുറച്ച് ബിസി ആയിപ്പോയി അതുകൊണ്ട്. അങ്ങനെ ഓക്കെ. ഞാൻ റെസ്പെക്ടോടെ എബി ചേട്ടാന്ന് വിളിക്കാം അല്ലെ? കണ്ടിട്ട് ചേട്ടാന്ന് വിളിക്കാനാണ് എനിക്ക് തോന്നുന്നത്. റെസ്പെക്ട് ഇരിക്കട്ടെ, കുഴപ്പമില്ലല്ലോ, ഒരു കുഴപ്പമില്ല. ഓക്കെ. അപ്പൊ ചേട്ടാ നല്ല അടിപൊളി സ്പെക്സ് ഒക്കെ ആയിട്ട്, റെഡ് സ്പെക്സ്, നല്ല കോസ്റ്റ്യൂം ഒക്കെ ആയിട്ട് വെക്കാൻ പറ്റുള്ളൂ. എങ്ങനെ പോകുന്നു നിങ്ങളുടെ വിവാഹ ജീവിതമൊക്കെ? അടിപൊളിയായിട്ട് പോകുന്നു. ഈ പലരും ഇങ്ങനെ പ്രണയിക്കുമ്പോ വേറെ ശരിക്കും ജീവിച്ചാലാണ് യഥാർത്ഥ സ്വഭാവം മനസ്സിലാക്കാൻ പറ്റുമെന്ന് പറയുന്ന കേട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയോ? എന്തെങ്കിലും വ്യത്യാസമോ ക്യാരക്ടറോ ഇങ്ങനെ ആയിരുന്നോ സ്വഭാവം എന്ന് എബിച്ചേട്ടന് തോന്നിയോ? ഇല്ല, പണ്ടുതൊട്ടേ ഇങ്ങനെയൊക്കെ തന്നെ ആയതുകൊണ്ട് ഇതൊക്കെ തന്നെ. ഇത് കൂടുതൽ ഇതിനെ അറിയത്തില്ല. എന്താ അറിയാത്തത് ഞാൻ ചോദിക്കുന്നില്ല. അവിടെ പറ, എന്തെങ്കിലും വ്യത്യാസമോ? അങ്ങനെ ഭയങ്കര മേജർ ഡിഫറൻസ് ഒന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. പിന്നെ എപ്പോഴും ആ ഒരു സൗഹൃദം ഇങ്ങനെ ഉള്ളത് കൊണ്ട് കുറച്ചും കൂടെ അതിങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് വരുന്നു. ഓക്കെ. നിങ്ങളുടെ ഇടയില് റൊമാൻസിനേക്കാൾ കൂടുതൽ ഫ്രണ്ട്ഷിപ്പ് ആണെന്ന് ഞാൻ കൊറേ ഇതിൽ ഇങ്ങനെ കേട്ടു. ചുമ്മാ ഇട്ട് തരും. അല്ല, ഇന്റർവ്യൂസിൽ തന്നെ പറയുന്നുണ്ട് ഫ്രണ്ട്ഷിപ്പ് ആണ്, അതാണ് അതിന്റെ ഏറ്റവും അടിത്തറ ഫ്രണ്ട്ഷിപ്പ് ആണ്. ഈ വിവാഹത്തിന് ശേഷം ഒരു ഹസ്ബൻഡിന്റെ ഒരു കെയറിങ്, ഒരു കുറച്ച് മെച്യൂർ അല്ലെങ്കിൽ കുറച്ച് കെയറിങ് ഒക്കെ നമുക്ക് ഇങ്ങനെ അങ്ങനൊക്കെ കാണുമല്ലോ. അങ്ങനൊക്കെ കണ്ടോ എബി ചേട്ടനില്? അത് പണ്ടോട്ടേ ഉള്ളതാണ്. ചേട്ടൻ അങ്ങനത്തെ ഒരു ടേക്ക് കെയർ ചെയ്യണ ഒരു സ്വഭാവം പണ്ടോട്ടേ ഉള്ളതാണ്. ഓക്കെ. അപ്പൊ അതാ ഞാൻ പറഞ്ഞത്, ഇപ്പൊ കുറച്ചും കൂടെ ഇങ്ങനെ നേരിട്ട് ആസ്വദിക്കാൻ പറ്റുന്നത് വലിയൊരു രസമാണ്. തുതിയൂരാണോ വീട്? തുതിയൂരല്ല, ഏരൂര്. ഏരൂരാണ്. തുതിയൂർ പള്ളി വെച്ചായിരുന്നു കല്യാണം? അതെ. ഞാൻ തൊട്ടടുത്ത് എന്റെ ഞങ്ങളിപ്പോ സെറ്റിൽഡ് ആയിരിക്കുന്നത്. ഞങ്ങൾ എന്താന്നറിയാമോ, ആ പള്ളിയിൽ ഫോട്ടോയിൽ ചർച്ച എവിടെയോ കണ്ട പോലെയുണ്ട്. പക്ഷെ നിങ്ങൾ മൊത്തം കാണിക്കുന്നില്ലല്ലോ. ഞങ്ങൾ സ്റ്റെപ്പ് കൗണ്ട് ചെയ്ത് കണ്ടുപിടിച്ചത്.
ഭയങ്കര സീക്രട്ട് ആയിട്ടുള്ളത് നടത്തി. അപ്പൊ നമ്മൾ ഓർത്ത് ദൈവമേ ഇവിടെ കല്യാണം നടന്നത് നമ്മൾ അറിഞ്ഞേ ഇല്ലല്ലോ. അത് തന്നെയായിരുന്നു ഉദ്ദേശം. ഉദ്ദേശം അതെ, അതൊരു കുഴിയിലിരിക്കുന്ന പള്ളിയിലാണ്. നോക്കി പെട്ടെന്ന് കാണൂലല്ലോ. നോക്കിയാലും കാണത്തില്ല. വളരെ രഹസ്യമായിട്ട് കുറെ പേര് അപ്രീഷിയേറ്റ് ചെയ്തു നിങ്ങളുടെ ആ ഒരു തീരുമാനം. അല്ലെങ്കിൽ ഇപ്പൊ കണ്ടുവരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 1 വീക്ക് മാരേജ് അല്ലെങ്കിൽ എന്താ ഹൽദി എല്ലാം. ഞാൻ അടക്കമുള്ള എല്ലാ പെൺകുട്ടികൾക്കും അങ്ങനെയൊക്കെ കല്യാണം കഴിക്കണം എന്നൊക്കെ ആയിരുന്നു ആഗ്രഹം. അപ്പം നിങ്ങൾ അതിൽ നിന്നെല്ലാം വ്യത്യാസമാക്കി നോ സൗണ്ട് നോ ലൈറ്റ് നോ ക്രൗഡ് എന്ന ഒരു ടാഗ് ലൈൻ. അതെന്തുകൊണ്ട് പണ്ട് തൊട്ടേ അങ്ങനെയായിരുന്നോ പ്ലാൻ, അതോ കുറച്ച് പ്രായമായപ്പോൾ അങ്ങനെ തോന്നിയതാണോ? അങ്ങനെയല്ല, നമുക്കൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവുമല്ലോ. അതെ. ഇപ്പം എനിക്ക് ഒരു പക്ഷേ ചിലപ്പം ആ ഒരു ക്രൗഡിനോടായിരിക്കും താല്പര്യം, എബിക്ക് ചിലപ്പോൾ അതിന് താല്പര്യം ഉണ്ടാവില്ല. പക്ഷെ ലക്കിലി ഒന്നിച്ച് വന്നപ്പോൾ രണ്ടുപേർക്കും അതല്ലായിരുന്നു ഇമ്പോർട്ടന്റ് ആയിട്ട് വന്നത്. അപ്പോ ഞങ്ങൾ ആ ഒരു തോട്ട് ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തപ്പോഴത്തേക്കും അത് തന്നെയല്ലേ, ഞാൻ പറയാം എനിക്ക് അത് തന്നെയാ, ശരി ഓക്കെ എന്ന് വെച്ചാൽ മറ്റൊരു തെറ്റൻ അല്ല നമ്മൾ പറയുന്നത്. അങ്ങനെ ഇഷ്ടമുള്ള കുട്ടികളുണ്ടെങ്കിൽ അത് ചെയ്യുന്നത് അത് അവർക്ക് അത് ഭയങ്കര നല്ല കാര്യമാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വേറെ കുറെ കാര്യങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനുണ്ട്. അപ്പോ നമ്മളത് വിചാരിച്ചു ഇത് വളരെ ലൈറ്റ് ആയിട്ട് ചെയ്തിട്ട് നമുക്ക് ബാക്കി ആ ഒരു എന്താ പറയാ നമ്മൾ അതിനുവേണ്ടി സേവ് ചെയ്തതും അതിനുവേണ്ടി അധ്വാനിച്ചതൊക്കെ നമുക്ക് വേറെ കുറെ കാര്യങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാം എന്നുള്ള ഒരു തോട്ടിലേക്കാണ് ഞങ്ങൾ പോയത്. ആ ഒരു എമൗണ്ട് ആണ് പാരീസിൽ നിങ്ങൾ ട്രിപ്പ് പോയത്? ഞങ്ങൾ ഒരു മാസം പൊളിച്ചു നോ റിഗ്രറ്റ്സ്. ഒരു മാസം ഞങ്ങള് യൂറോപ്പിന്റെ പല ഭാഗങ്ങളിലായിട്ട് സീറോ റിഗ്രറ്റ്സ്. നമുക്ക് സ്പെൻഡ് ചെയ്യുന്നതിനോ നമുക്ക് ആസ്വദിക്കാനോ നമുക്ക് ഒരു ലിമിറ്റേഷൻ ഇല്ല. അല്ലെങ്കിൽ മറ്റേ നമ്മൾ ഉണ്ട് EMI അടയ്ക്കണം, അത് ചെയ്യണമല്ലോ. എസ്പെഷ്യലി പാരന്റ്സ് നമ്മൾ ചിന്തിക്കുമ്പോ അവരാണല്ലോ കൂടുതലും ഫണ്ട് മേജർ ഷോൾഡർ ചെയ്യുന്ന അവരായിരിക്കുമല്ലോ. അപ്പം ആ ഒരു സംഭവമേ നമുക്കില്ല. അതുകൊണ്ട് പാരീസിൽ ഒരു മാസം അടിച്ചു പൊളിച്ച് തിമർത്തിട്ട് അങ്ങ് വന്നു. ഇപ്പൊ ചേച്ചി ഇപ്പം ഇങ്ങനെ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നു, ഭയങ്കര സജീവമായിട്ട് മൂവീസിലൊക്കെ നിൽക്കുന്നു. ഇപ്പൊ നമ്മളെല്ലാരും ഒന്ന് റിസപ്ഷൻ പ്രതീക്ഷിക്കും, എല്ലാ ആക്ടേഴ്സിനെ വിളിച്ചിട്ടുള്ള റിസപ്ഷൻ അങ്ങനെയൊക്കെ നമ്മളിങ്ങനെ പ്രതീക്ഷിച്ചു. അതെന്തുകൊണ്ടാണ് റിസപ്ഷൻ വെക്കേണ്ട അല്ലെങ്കിൽ അങ്ങനെ ഒന്നും വേണ്ടെന്ന്? അത് സ്വന്തം തീരുമാനമായിരുന്നു? ഇല്ല, അത് ഈ പറഞ്ഞ പോലെ തന്നെ വിളിച്ചു തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആരും ഒഴിവാക്കാൻ പറ്റില്ല. ഒരു സൈഡിൽ നിന്ന് റിലേറ്റീവ്സ് തൊട്ട് നമ്മുടെ ഇൻഡസ്ട്രി, നമ്മുടെ പ്രൊഫഷണലി ഉള്ള ഫ്രണ്ട്സ് എല്ലാം അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്പർ ഓഫ് ആൾക്കാർ എന്ന് പറയുന്നത് ഞങ്ങൾ വെറുതെ ഒന്ന് എണ്ണം എടുത്തപ്പോ തന്നെ തലകറക്കം. എനിക്കൊന്ന് 1000 എബോ പോകാൻ സാധ്യതയുണ്ട്, ഈസി ആയിട്ട് പോകാൻ സാധ്യതയുണ്ട്. നമുക്ക് ആരും ഒഴിവാക്കാൻ പറ്റുമല്ല. ഒരു സൈഡും ഇപ്പം അല്ലെങ്കിൽ ഇപ്പൊ ഫിലിമിലുള്ള ആൾക്കാരെ വിളിക്കണ്ട, അല്ലെങ്കിൽ ഫാമിലിന്ന് കുറച്ചുപേരെ വിളിക്കണ്ട, അങ്ങനെ ഒഴിവാക്കാൻ പറ്റൂല. അപ്പൊ എല്ലാരും ഒഴിവാക്കി. ആർക്കും പരാതിയില്ല. ആരെങ്കിലും ചോദിച്ചോട്ടെ, ആരും പോയിട്ടില്ല, സമാധാനമായ. ഈ നിങ്ങളുടെ ഇൻഡസ്ട്രിയിൽ തന്നെ ഇപ്പൊ മ്യൂസിക് ആയിക്കോട്ടെ ഫിലിം ആയിക്കോട്ടെ ഒരു ഫ്രണ്ട്സ് ഗ്യാങ് ഉണ്ടാവില്ലേ? അവരെ വിളിച്ചില്ല? ഗ്യാങ് എന്നല്ല, നമുക്ക് ഇപ്പൊ നമ്മുടെ സൗഹൃദത്തിലുള്ള ആൾക്കാർക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്ന കൈൻഡ് ഓഫ് ആൾക്കാരാണ്. അപ്പൊ അവർ ആക്ച്വലി കൂടുതലും സർപ്രൈസ് ആയിട്ട് നമ്മളെ ഇങ്ങനെ അപ്രീഷിയേറ്റ് ചെയ്യുകയോ ചെയ്തത്. അപ്പൊ നമ്മൾ വിചാരിച്ചു ഇവര് പരാതി പറയുമെന്ന് വിചാരിച്ച ആൾക്കാർ പരാതി അല്ല പറഞ്ഞത്. ഞങ്ങൾക്കും ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതായിരുന്നു. അത് ഞങ്ങൾക്ക് ഭയങ്കര സർപ്രൈസിങ് ആയിപ്പോയി. എന്നാലും അത്ഭുതമായിട്ട് ഇങ്ങനെ ഒരു പ്രണയം ഉണ്ടെന്ന് ആർക്കും അറിയാൻ പറ്റാതെ പോയി. ഞാനൊരു ആക്ടർ ആയിരുന്നില്ലേ, അഭിനയിച്ച്. അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഒരു ക്ലൂ കിട്ടി. ഇപ്പൊ എന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയ തുറന്ന് ഒരു കുറച്ച് ക്ലൂ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവര് കൺഫേം ചെയ്യുന്നതിന് മുന്നേ സോഷ്യൽ മീഡിയ കൺഫേം ആക്കുന്ന കാലഘട്ടത്തില് ശ്രദ്ധിച്ചാൽ അറിയാം, ഞങ്ങൾ ഇതിനു മുന്നേയും പബ്ലിക് ഫംഗ്ഷനിലൊക്കെ അപ്പിയർ ചെയ്തിട്ടുണ്ട്, ഒരുമിച്ച് തന്നെ അപ്പിയർ ചെയ്തിട്ടുണ്ട്. അപ്പോഴൊക്കെ അത് പറഞ്ഞു ഒരു ഫംഗ്ഷൻ ഞങ്ങള് ഏതോ ഒരു പടത്തിന്റെ ഇപ്പൊ വേണേ ചിലപ്പോ കുത്തിപ്പൊക്കുന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഏതൊരു പടത്തിന്റെ പ്രിവ്യൂവിന് ഞങ്ങൾ പോയതാണ്, വനിതയിലാണ്. അപ്പം ഞങ്ങൾ ഒരുമിച്ചുള്ള വീഡിയോ വന്നു. പക്ഷെ അതിന്റെ ക്യാപ്ഷൻ എന്ന് പറയുന്നത് എബി സഹോദരനുമായി നിൽക്കുന്നത് കണ്ടോ എന്നുള്ളതായിരുന്നു. ഞാനും ഗ്രേസും എന്റെ അമ്മയുണ്ടെന്നു. ഞങ്ങൾ 3 പേരുടെ ആരോ ഒരാളുമായിട്ട് വർത്താനം പറഞ്ഞോണ്ടിരിക്കും. അപ്പൊ ആ പുള്ളിയെ ഞാൻ ഇങ്ങനെ ജസ്റ്റ് ആയി എന്ന് പറഞ്ഞ് ഇങ്ങനെ കൈ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് അതിന്റെ ക്യാപ്ഷൻ ഇതാണ്: സ്വന്തം സഹോദരനെ പരിചയപ്പെടുത്തി ഗ്രേസ് ആന്റണി. ശരി, നിങ്ങളെ രണ്ടുപേരും കണ്ട എന്റെ അമ്മേനെ മാറ്റി, എബിയുടെ അമ്മ എന്റെ അമ്മയാക്കി. തിരുത്താനും പോയില്ല, കിടക്കട്ടെ സഹോദരനെങ്കിൽ സഹോദരൻ. ഓക്കെ, അങ്ങനെ തന്നെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു. ഇപ്പൊ ഈ വിവാഹം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള, ബാക്കി ഇനി ഒരു ഇയർ മൊത്തം ഇനി ജീവിക്കേണ്ട ഒരാളാണ്. അപ്പൊ ഒരു പാർട്ട്ണറായിട്ട് ചൂസ് ചെയ്യുമ്പോ എന്തൊക്കെ കാര്യങ്ങൾ ആലോചിച്ചിരുന്നേ? ഞാൻ അങ്ങനെ ഭയങ്കര ആലോചനയിലൊന്നും അല്ല എബി ആയിട്ടുള്ളൊരു ഇഷ്ടം ആരംഭിച്ചൊന്നും. പക്ഷെ അത് ഗ്രാജുവലി ആണ്. നമ്മള് പറയാനാണെങ്കിൽ എവിടെ തുടങ്ങുമെന്ന് എനിക്കറിയത്തില്ല. കുറെ പോണല്ലോ, 9 വർഷം മുന്നോട്ട് പോണല്ലോ.
പക്ഷെ നമ്മളെ ഏതൊക്കെയോ ഒരു സിറ്റുവേഷനിൽ നമ്മുടെ സ്വഭാവവും നമ്മുടെ ഒരു മൊത്തത്തിലുള്ള ഒരു പരിപാടിയും ഇയാളിൽ ഡിപ്പെൻഡഡ് ആവും. അത് അതിന് ബാഡ് വേ അല്ല ഞാൻ പറയുന്നത്. തിരിച്ചും അങ്ങോട്ടാവുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു കമ്പാനിയൻഷിപ്പ് ഭയങ്കര ഭയങ്കര ബ്യൂട്ടിഫുൾ ആവും. അപ്പോഴാണ് നമ്മള് ഇയാള് എന്റെ കൂടെ എപ്പോഴും ഉണ്ടായാൽ കൊള്ളാം. അതിപ്പം നല്ല കാര്യത്തിലാണെങ്കിലും മോശം കാര്യത്തിലാണെങ്കിലും, മോശം കാര്യത്തിൽ നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരാളും നല്ലൊരു ഇൻസിഡന്റ് ഉണ്ടായി കഴിഞ്ഞാൽ ആ സന്തോഷം പങ്കു ചേരുന്ന ഒരാളും ആവുമ്പോഴത്തേക്കും ലൈഫ് ലോങ് ഇയാളെ കൂടെ കൂട്ടിയാന്നുള്ളൊരു തോന്നൽ നമുക്ക് വരുമല്ലോ. അങ്ങനെയാണ് ഗ്രാജുവലി ഞങ്ങളുടെ ഒരു സൗഹൃദമാണ് ബേസ് ആയിട്ട് ഞങ്ങൾക്ക് എപ്പോഴും. അപ്പൊ ഞങ്ങൾ എപ്പോഴും സംസാരിക്കുമ്പോൾ പറയുന്ന ഒരു കാര്യമാണ്, അതൊരിക്കലും വിട്ടുപോകാനായിട്ട് നമ്മൾ അനുവദിക്കരുത്. ഏതൊരു റിലേഷൻഷിപ്പിലാണെങ്കിലും, ഇപ്പൊ ഫാദർ ആൻഡ് മദർ ആണെങ്കിലും, നമ്മുടെ അമ്മയായിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് ആണെങ്കിൽ പോലും ഞാൻ പറയണത് ആദ്യം നമുക്ക് അമ്മയോട് വേണ്ടത് ഒരു നല്ല സൗഹൃദമാണ് വേണ്ടത്. അമ്മ മകൾ എപ്പോഴും ആ രക്തബന്ധം അങ്ങനെ ഉണ്ടാവും. അപ്പം ഞാനും അമ്മയായിട്ട് എപ്പോഴും തല്ലുകൂടും. അപ്പം അമ്മ എപ്പോഴും പറയണ എന്തൊക്കെ പറഞ്ഞാലും നീ ബേബിയാണല്ലോ നിനക്ക് ഏറ്റവും വലുത് എന്ന് അന്നേ ചോദിക്കുമായിരുന്നു എന്റെ അടുത്ത്. അപ്പൊ ഞാൻ പറഞ്ഞു അതെ, ഞങ്ങളുടെ ഇടയിലുള്ളത് ഏറ്റവും നല്ലൊരു സൗഹൃദമാണ്, അതുകൊണ്ടാണ് അത് അങ്ങനെ നിൽക്കുന്നത്. ബേബിക്ക് അറിയാം ഞാൻ എന്തെങ്കിലും വഴക്ക് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഞാൻ വരും, അല്ലെങ്കിൽ എന്നുള്ളൊരു സംഭവം എനിക്കത് അറിയാം. നമ്മളിങ്ങനെ ഇരുന്നാ മതി, വന്നോളൂന്നുള്ളത് അറിയാം. അത് ആക്ച്വലി ഒരു സൈക്കോളജിക്കൽ ഗെയിം ആയിരുന്നു. അങ്ങനെ ഞാൻ ട്രെയിൻ ചെയ്യിപ്പിച്ച് ഇങ്ങനെ ഇരിക്കുക. അതായത് 18ാമത്തെ വയസ്സിലാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത്. ഒരു 19ാമത്തെ വയസ്സൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ റിലേഷൻഷിപ്പിലാണ്. അപ്പൊ ഒന്നും അറിയത്തില്ലാത്ത കൊച്ചുകുട്ടിയാണ് ഞാൻ. എനിക്ക് വേണ്ട രീതിയിൽ ഗ്രൂം ചെയ്തെടുത്തു, വളർത്തെടുക്കുകയായിരുന്നു. ഓക്കെ. അപ്പൊ നിങ്ങൾ തമ്മിൽ ഡിഫറൻസ് ഉണ്ട്, ഏജ് ഡിഫറൻസ് ഉണ്ട്. 8 വയസ്സ്. ഓ, അത്രയും കണ്ടാ പറയില്ലല്ലോ. ഇല്ല കേട്ടോ. താങ്ക് യു. അതായത് അങ്ങനല്ല, അത് എനിക്ക് പ്രായം കുറവാന്നാ പറയുന്നത്. രണ്ടുപേരും ഓരോ അത്രയും ഡിഫറൻസ് ഉണ്ട്. അപ്പൊ 18ാം വയസ്സെന്ന് പറയുമ്പോ ഒരു ചേട്ടന്റെ എല്ലാ പക്വതയും നിറഞ്ഞ ഒരാളുടെ കയ്യിൽ തന്നെയാണ് കിട്ടിയത്. അതുകൊണ്ട് തന്നെ ഞാൻ വീട്ടുകാരോട് കാര്യം അവതരിപ്പിച്ചപ്പോഴും അവര് ഭയങ്കര സന്തോഷം ആയിരുന്നു അവർക്ക്. രബിയെ മീറ്റ് ചെയ്ത് സംസാരിച്ചു കഴിഞ്ഞപ്പോഴും ഞാൻ എക്സ്പെക്ട് ചെയ്ത് അങ്ങനെ ആയിരുന്നില്ല. ഒരു അടി, എന്തെങ്കിലും വഴക്ക്, അങ്ങനത്തെ ഒരു സംഭവമൊക്കെ ആയിരുന്നു ഞങ്ങൾ എക്സ്പെക്ട് ചെയ്തത്. പക്ഷെ നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു അവരുടെ റിയാക്ഷൻ. ഭയങ്കര സർപ്രൈസിങ് ആയിപ്പോയി. അല്ല, ഇപ്പൊ ഇത്രയും ഡിഫറൻസ് ഉണ്ട്. ഇപ്പൊ പ്രണയിക്കുന്നത് ഈ 18-15 ഫാന്റസിയുടെ അങ്ങ് പീക്കിലായിരിക്കുമല്ലോ. ഞാൻ നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു. ഞാൻ ഭയങ്കര പ്രാക്ടിക്കൽ ആയിരുന്നു. ആ സമയത്ത് പ്രാക്ടിക്കൽ എന്ന് വെച്ചാൽ നമ്മൾ ജീവിച്ച് വളർന്ന സാഹചര്യം ഒക്കെ ഭയങ്കര ഡിഫറെന്റ് ആണ്. അപ്പോ നമുക്ക് ഉത്തരവാദിത്തങ്ങളുണ്ട്, പഠിക്കണം എന്നുള്ളൊരു ഇതുണ്ട്, പിന്നെ സിനിമയിൽ എങ്ങനെയെങ്കിലും എത്തണം എന്നുള്ളൊരു ഭയങ്കര അംബീഷ്യസ് ആയിട്ടുള്ള ഒരാളായിരുന്നു ഞാൻ. അപ്പൊ എനിക്ക് അങ്ങനെ പ്രേമിച്ച് നടന്ന് സമയം കളയാനുള്ള ഒരു മൈൻഡ് സെറ്റ് ആയിരുന്നില്ല. പക്ഷെ എന്റെ ഉള്ളിലും ഉണ്ട്, പ്രണയം ആഗ്രഹിക്കുന്ന ഒരാളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ കിട്ടിയ ഒരാളും ഭയങ്കര പ്രാക്ടിക്കൽ മൈൻഡ് സെറ്റ് ഉള്ള ഒരാളായിരുന്നു. അതുകൊണ്ട് അങ്ങനെ ഒരു ഈ പറഞ്ഞ പോലെ ഫാന്റസി വേൾഡ് ആയിരുന്നില്ല. ഫാന്റസി വേൾഡ്. നിങ്ങൾക്ക് അപ്പൊ പൈങ്കിളി പ്രണയം അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല? എല്ലാം അല്ല, അത് ഓരോരുത്തർക്കും ആണല്ലോ. ഇപ്പൊ ഞങ്ങളുടെ പ്രണയം കാണുമ്പോൾ ചിലപ്പോ എന്നൊക്കെയായിരിക്കും അത് ഭയങ്കര പൈങ്കിളിയായിട്ട് തോന്നുന്നത്. നമുക്കത് ഭയങ്കര ഞാൻ കണ്ടിട്ടുണ്ട്. ഞങ്ങളുടെ പ്രണയം ഞങ്ങൾ തന്നെ കണ്ടിട്ടുണ്ട്. അതെ. അയ്യോ, നിങ്ങളുടെ പ്രണയം നിങ്ങൾ തന്നെ കണ്ടിട്ടില്ലേ? ഡോക്യുമെന്റ് ചെയ്താലോ നമുക്ക്, അല്ലേ? മൈൽ സ്റ്റോണിന് വേണ്ടിട്ടാണോ? അതെ. നിങ്ങളുടെ പ്രണയം റൊമാൻസ് ഉള്ള കൂട്ടത്തിലാണോ അതോ റൊമാൻസ് കുറച്ച് കുറവുള്ള കൂട്ടത്തിൽ? കണ്ടിട്ട് ആർക്കാ റൊമാൻസ് തോന്നുന്നേ? കറക്റ്റ് അല്ലേ? അല്ല, ഓപ്പോസിറ്റ്. ഇല്ല എനിക്ക് ഇങ്ങോട്ടൊക്കെ റൊമാൻറ്റിക് അല്ല. എന്തുകൊണ്ടാ റൊമാൻറ്റിക് അല്ല, എന്നെ വെച്ച് കമ്പയർ ചെയ്യുമ്പോ കുറവാണ്. ഓവർ റൊമാൻറ്റിക് ആണോ ഇപ്പൊ ഇവിടെ? അതായത് ഞാൻ അങ്ങനെ ഒരു എക്സ്പ്രസീവ് അല്ല. അപ്പൊ ഗ്രേസ് ഇങ്ങനെ ചെയ്യുന്ന കാണുമ്പോഴാണ് ഓക്കെ, അപ്പൊ അതിന്റെ ഒരു ഫ്ലോയില് ഞാനും റിയാക്ട് ചെയ്യാനാണ് എനിക്ക് അറിയത്തുള്ളൂ. ഈ ഇടയ്ക്ക് കാണുന്ന വാലന്റൈൻസ് ഡേ കഴിഞ്ഞല്ലോ, നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് വാലന്റൈൻസ് ഡേ ഒക്കെ എന്തെങ്കിലും സർപ്രൈസോ അങ്ങനെ എന്തെങ്കിലും കൊടുത്തോ? ഞാൻ ചോദിച്ചപ്പോ നമുക്ക് എല്ലാ ദിവസവും വാലന്റൈൻസ് ഡേ എല്ലാവരും സ്ഥിരം പറയാറുള്ള ഡയലോഗ്. പക്ഷെ പണ്ട് തൊട്ടേ നമ്മൾ അതങ്ങനെ സ്പെഷ്യൽ ആയിട്ട് ആഘോഷിക്കുന്ന കൂട്ടത്തിലല്ല. അപ്പൊ അതുകൊണ്ട് അന്നത്തെ ഒരു ദിവസം സ്പെഷ്യൽ ആണെന്നുള്ളൊരു ചിന്ത നമുക്ക് രണ്ടുപേർക്കും ഇല്ല. നിങ്ങളിപ്പോ കുറച്ച് ഇയേഴ്സ് ആയിട്ട് റിലേഷൻഷിപ്പ് ഉള്ള വ്യക്തി, നിങ്ങളുടെ ബർത്ത്ഡേസ് ഒക്കെ നിങ്ങൾ എങ്ങനെയാ ഇങ്ങനെ ഭയങ്കര സർപ്രൈസസ് കൊടുക്കുകയും അങ്ങനെയൊക്കെ ചെയ്യാം? അത് മാർക്കാണ് കൂടുതലും, ആരാണ് ചെയ്യാന്ന് തോന്നുന്നത് കണ്ടിട്ട്? എല്ലാത്തിന്റെ ഉത്തരം ഞാൻ എല്ലാം തുടങ്ങി വെക്കും. എങ്ങനെ കാണിച്ചു കൊടുക്കും, ഇങ്ങനെയൊക്കെ ചെയ്യണം, അതാണ് ഞങ്ങൾക്കൊക്കെ ഇഷ്ടം, എസ്പെഷ്യലി ഗേൾസിന് ഇഷ്ടം. അങ്ങനെയാണോ? അന്ന് ഞാൻ അടുത്ത പ്രാവശ്യം ചെയ്യാം. നമ്മളൊന്ന് ചെയ്ത് കൊടുത്താൽ മതി. പുള്ളി പതിയെ ഒരു 10 വട്ടം ഓർമ്മിപ്പിച്ചാൽ മതി നാളെ എന്റെ ബർത്ത്ഡേ. ഇല്ല, അങ്ങനെ ഓർമ്മിപ്പിക്കണ്ട. ഡേറ്റ്സിന്റെ കാര്യത്തിലും മെമ്മറിയുടെ കാര്യത്തിലും എല്ലാം ഇതാണ്. എന്ത് തോന്നുന്നു, ഇങ്ങനെ സർപ്രൈസ് ഒക്കെ ഇനിയും കൊടുക്കണം എന്നൊക്കെ ഇപ്പൊ പ്ലാൻ ഉണ്ടോ? തരാറുണ്ട്, ഞാൻ അങ്ങോട്ടും കൊടുക്കാറുണ്ട്, തിരിച്ചും തരാം. മെമ്മറബിൾ ആയിട്ട് ഇരിക്കുന്ന ഒരു സർപ്രൈസ് ഏതാണ് ഈ ചേട്ടൻ തന്നതില്?
എല്ലാം മെമ്മറബിൾ ആണ്. ഓഹോ. കാരണം എന്താ അറിയോ, നമ്മൾ അങ്ങനെ ഭയങ്കര ഗ്രാൻഡ് ആയിട്ടുള്ള പരിപാടികളെക്കാൾ ഇല്ല. കൂടുതൽ ആ, ചെറിയ അതെ, ചെറിയ ചെറിയ സംഭവങ്ങളാണ് നമുക്ക്. അതെ അതെ അതെ. വണ്ടിയിലൊക്കെ ഒളിപ്പിച്ചത്. അതൊക്കെ അവരോട് പറയണോ? ആ പറഞ്ഞോ, അതൊക്കെ ഇവരോട് പറയണോന്നോ? എബിച്ചേട്ടൻ പറയട്ടെ ഒന്ന്. എബിച്ചേട്ടൻ മിണ്ടാതെ ഇരിക്കാണ്, അത് പറ. ചെയ്ത ആളോട് പറഞ്ഞു. എന്തേലും വെറൈറ്റി ആയിട്ട് ചെയ്യണമല്ലോ. ആ അപ്പൊ ഞാൻ കുറെ ഗിഫ്റ്റുകൾ വാങ്ങി, പല 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 സാധനങ്ങൾ മേടിച്ചു. ആ ഇതെല്ലാം കൂടി ഇങ്ങനെ ഒറ്റയ്ക്ക് കൊണ്ട് കൊടുക്കുന്നതിലും രസം എന്ന് പറയുന്നത്, അവിടെ ഇവിടെയൊക്കെ ഞാൻ ഗ്രേസിന്റെ അമ്മയുടെ ഹെൽപ്പോട് കൂടി വീടിന്റെ പല ഭാഗത്തായിട്ട് ഒളിപ്പിച്ചു വെച്ചു. എന്നെ തലേ ദിവസം എവിടെ പറഞ്ഞു വിട്ടു. ഞാൻ വിചാരിച്ച അമ്മയ്ക്ക് സാധനം മേടിക്കാന്ന് പറഞ്ഞ് ഞാൻ പോയി. ആ സമയത്ത് അമ്മയും മകനും കൂടെ അതൊക്കെ ഒപ്പിച്ചു. ആ സമയത്ത് ഞാൻ ഇതുപോലെ വണ്ടിയിൽ നോട്ട്സ് ആയിട്ട് ഒരു ക്ലൂസ് പോലെ വെക്കത്തില്ലേ എന്ന് പറഞ്ഞാൽ നോട്ട്സ് വെച്ചിട്ട് ഓരോരുത്തടുത്ത് ഓരോ സാധനം പ്ലേസ് ചെയ്തു. ഓക്കെ. അങ്ങനെ ഈ ക്ലൂ എടുത്ത് അത് തപ്പി അതെന്താന്ന് ചിന്തിച്ചാലോചിച്ച് കണ്ടുപിടിച്ച് പക്ഷെ അതല്ല കോമഡി. ഇത് നോർമൽ ഒരാൾക്കാണ് കൊടുക്കണമെങ്കിൽ കുഴപ്പമില്ല. ഞാനിത് തുടങ്ങിയിട്ട് തീരണ്ടേ, എനിക്ക് ഈ ക്ലൂ കിട്ടണ്ടേ. എനിക്ക് ബുദ്ധി കുറവാന്നല്ല ഉദ്ദേശിക്കണേ, പക്ഷെ ജീനിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണോ അതിനകത്ത്? അല്ല, അങ്ങനെയല്ല, ക്ലൂ ആണ് പറയുന്നത്. ഇപ്പം ഞങ്ങൾക്ക് രണ്ടുപേരും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന എനിക്ക് അറിയാവുന്ന ക്ലൂസ് ആണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ എനിക്കത് കിട്ടുന്നില്ല. അവസാനം ഇയാൾ തന്നെ പറഞ്ഞു തരേണ്ടി വന്നു. ട്രോള് വായിച്ചിട്ട് അതിന്റെ അർത്ഥം വരെ പറഞ്ഞു കൊടുക്കണ്ട. അപ്പൊ പിന്നെ കൂടെ ഇനി പോ, ഇവിടെ ഇരിക്കുന്നു പേപ്പർ. ലാസ്റ്റ് എന്താ ഫൈനലി ആ ഗിഫ്റ്റ് എന്താ? ഫൈനലി ആക്ച്വലി വണ്ടിയിലാണ് കൂടുതലും പുള്ളി എല്ലാം ഒളിപ്പിച്ച് വെച്ചിരുന്നത്. പക്ഷെ അത് ഓരോ ഗിഫ്റ്റിനും ഓരോ മീനിങ് ഉണ്ടായിരുന്നു. അതെല്ലാം എനിക്ക് ആവശ്യമുള്ള സാധനങ്ങളായിരുന്നു എല്ലാം. എല്ലാം ഭയങ്കര അടിപൊളി സാധനങ്ങളായിരുന്നു. ഈ ഗ്രേസ് ചേച്ചിയുടെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ക്വാളിറ്റി ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും പെട്ടെന്ന്? ഒന്നിനോടും അങ്ങനെ ഭയങ്കര അത് വേണം ഇത് വേണം അങ്ങനത്തെ ഇതൊന്നുമില്ല. ഭയങ്കര കാമൻ സെറ്റിൽ. ഞാൻ ഭയങ്കര ഒരു സമാധാനം ആഗ്രഹിക്കുന്ന ഒരാളാണ്, സമാധാനത്തിൽ ജീവിക്കാൻ. അതുപോലെ തന്നെ ഒരു ഭയങ്കര ഒരു സമാധാനമാണ് എപ്പോഴും. ഒന്നിനും അങ്ങനെ ഒരു ടെൻഷൻ അല്ലെങ്കിൽ ഒരു വെപ്രാളം അങ്ങനെ ഒന്നുമില്ല. എന്തുണ്ടെങ്കിലും വളരെ സമാധാനത്തിൽ. ഇപ്പൊ ഇതിനെ പോലെ ഒരു സംഭവം ഉണ്ട്, അതുണ്ടോ, ഓക്കെ, അങ്ങനെ ആ ഒരു ഭയങ്കര ഇഷ്ടമാണ്. എന്ന് വെച്ചാൽ ഒരു നമ്മളെ ടെൻഷൻ ആക്കത്തില്ല. ഇല്ല. ഓക്കെ. ആരാ ഗ്രൂം ചെയ്തത്? ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. നമുക്ക് സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങണം. അതെ, അതാണ് അതിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള കാര്യം. ഇനി ശരി, എബിച്ചേട്ടന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ക്വാളിറ്റി ഏതാ? പേഷ്യൻസ്. അതിപ്പം നമുക്ക് അറിയാത്തൊരു കാര്യം ചോദിക്കുകയാണെങ്കിലും ഒരു ഒന്നാമത്തെ തവണ ചോദിക്കുമ്പോഴും ഒരു 10ാമത്തെ തവണ നമ്മൾ ചോദിക്കുമ്പോഴും അതേ ഇന്റൻസിറ്റിയിലും അതേ ക്ഷമയിലും ഇരുന്നിട്ട് ആ പുള്ളി പറഞ്ഞു തരത്തുള്ളൂ. എനിക്കില്ലാത്ത സംഭവമാണ് അത്. ഞാൻ രണ്ടാമതൊക്കെ അമ്മ എന്തെങ്കിലും ഞാൻ പറഞ്ഞല്ലേ അമ്മ എന്ന് ഞാൻ ചോദിക്കും. മൂന്നാമത്തെ കളിയാൽ പോവാന്ന് ഞാൻ പറയും. പക്ഷെ എനിക്കതില്ല, ഭയങ്കര ക്ഷമയാണ്. ഈ ചെറിയ ഞാൻ ഈ റീസെന്റ് ഏതൊരു കപ്പിള് സെലിബ്രിറ്റി കപ്പിൾ ഇങ്ങനെ പറയണ കേട്ടോ, അവളുടെ വീട്ടിൽ ചെല്ലുമ്പോ തന്നെ അവളെ അമ്മേനെ ഇട്ട് ഭരിപ്പീര, അമ്മ അതെടുത്ത് താ, ഇങ്ങോട്ട് താ, കഴിക്കട്ടെ. അവിടെ ചെല്ലുമ്പോഴത്തേന് അവള് തന്നെ പോയി കിച്ചണിൽ കയറി ഉണ്ടാക്കാം, അമ്മേ വാ കഴിക്കാൻ വാ ചേട്ടാ വന്ന്. എങ്ങനെയാ അങ്ങനത്തെ ഒരു ഷിഫ്റ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും? ഞാനല്ല പറയണ്ടേ, പറയണ്ടത് എങ്ങനെയുണ്ട്? രണ്ടിടത്തും ഒരുപോലെ. എന്റെ വീട്ടിലും അങ്ങനെ വലിയ കുക്ക് ചെയ്യുക അല്ലെങ്കിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. സ്വന്തം വീട്ടിൽ ചെന്നാലും ആ പ്രശ്നമൊന്നുമില്ല. രണ്ടിടത്തെ അമ്മമാര് കുറച്ചുകൂടെ സ്വാതന്ത്ര്യം സ്വന്തം വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് അമ്മ എബിയുടെ അമ്മയെ സംബന്ധിച്ചിടത്തോളം അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഡാൻസ്, പാട്ട്, അങ്ങനത്തെ എല്ലാം ഭയങ്കര ഇഷ്ടമാണ്. പുള്ളിക്കാരിക്ക് എന്റെ സക്സസ് കാണുക എന്ന് പറയുന്നത് പുള്ളിക്കാരി എന്തോ അച്ചീവ് ചെയ്യുന്ന പോലെയാണ്. അപ്പൊ എന്റെ അമ്മയ്ക്കും അത് തന്നെയാണ്. പക്ഷെ എന്റെ അമ്മ അത് എക്സ്പ്രസ് ചെയ്യില്ല. പക്ഷെ എബിയുടെ അമ്മ അങ്ങനെയല്ല. ഷാജി നമ്മുടെ പേര്. അപ്പൊ ഷാജി അമ്മ ഭയങ്കര എക്സ്പ്രസീവ് ആണ്. എന്താണ് ആണല്ലേ, ഓ മോളെ അത് കിട്ടിയല്ലോ, അങ്ങനെ ഭയങ്കര രസമാണ് പുള്ളിക്കാരിയുടെ ഒരു എക്സ്പ്രസ് ചെയ്യുന്ന രീതി. അപ്പൊ കുറച്ചും കൂടെ ഞാൻ അക്കാര്യത്തിൽ ഞാൻ ഭയങ്കര ലക്കിയാണ്. ആരെ കൊണ്ട് പണിയെടുപ്പിക്കുന്ന ഒരു വീഡിയോ ഉണ്ടല്ലോ, ജനലൊക്കെ കഴിയിപ്പിക്കുന്നു. അത് ഞങ്ങളുടെ വീട്ടിലെ ഒരു ചെറിയ ഉൽപ്പന്നമാണ്. അതെ, പാവാക്കുട്ടിക്ക് വായിക്കാൻ അറിയുന്ന ഒരു കാലഘട്ടം വരും. എന്നോട് തിരിച്ചു ചോദിക്കുമല്ലോ. അതെ, ഞാൻ ഗോറ്റു ബീച്ചിന് മാറിപ്പോയതാണ്. ഞാൻ ഒന്നും കൂടെ ഓടിച്ചു വിട്ടിട്ട് ആ കുട്ടീനെ അവൾ ആക്ച്വലി എബിയുടെ മോളാണ്. അപ്പൊ നേരത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇടയ്ക്കൊക്കെ വീട്ടിൽ ചെല്ലുമ്പോഴാണ് ഇവളെ കളിപ്പിക്കലും കാര്യങ്ങളൊക്കെ. ഇപ്പൊ അവളെ സംബന്ധിച്ചിടത്തോളം രാവിലെ എണീക്കുമ്പോൾ തൊട്ട് ഞാൻ അവിടെ ഉണ്ട്. എനിക്കാണെങ്കിൽ പിള്ളേരെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ കല്യാണം കഴിഞ്ഞ് ഫസ്റ്റ് ഞാൻ അവിടെ നിൽക്കുന്ന ദിവസം അന്ന് രാത്രി അവൾ എന്നോട് ചോദിച്ചാൽ ഇന്ന് ആമി പോണില്ലേന്ന് ചോദിച്ചു. അപ്പൊ അമ്മ പറഞ്ഞു കൊടുത്തു, ഇല്ല ഇന്ന് ആമി പോണില്ല, ഇന്ന് തൊട്ട് ഇനി ആമി ഇവിടെയാണെന്ന് പറഞ്ഞു. അപ്പൊ അവൾക്ക് ഭയങ്കര സന്തോഷമായി, ഇനി കളിക്കാൻ കൂടെ ഉണ്ടല്ലോ. പക്ഷെ അവൾ എക്സ്പെക്ട് ചെയ്തില്ല. ചാച്ചു എന്നാ വിളിക്കുന്നത് എബീനെ. എബിയുടെ കൂടെ ഫുൾ ടൈം ഞാൻ ഉണ്ടാകും. അവളുടെ സ്പേസ് ഞാൻ
കൂടുതൽ എന്നിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുള്ള കാര്യം അവള് പിന്നെയാണ് അക്സെപ്റ്റ് ചെയ്യണത്. പിന്നെ അവൾക്ക് ചെറിയൊരു സാധനം വന്നു തുടങ്ങി, എന്താണ് എപ്പോഴും ആമി ആ ചാച്ചുന്റെ കൂടെ ഇരിക്കുന്നത്, എപ്പോഴും സംസാരിക്കണം, ആ സാധനമൊക്കെ ചെറുതായിട്ട് ചെറുതായിട്ട് വന്നു തുടങ്ങി. ഇപ്പൊ പുള്ളിക്കാരി ലിറ്ററലി പറഞ്ഞാൽ ഞങ്ങളുടെ കൊച്ചിനെ പോലെ തന്നെയാ, എവിടെ പോയാലും ഉണ്ട്. രാത്രി ഞങ്ങളുടെ കൂടെ കിടക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ, ഫുൾ ടൈം നമ്മുടെ കൂടെയാണ് പുള്ളിക്കാരി. മനസ്സിലായി കാണാൻ എന്തായാലും പോകത്തില്ല. അല്ല, അവളെ സംബന്ധിച്ചോളം അവളുടെ പ്ലേ സ്കൂളിൽ അവളുടെ കൂടെ കളിക്കുന്ന 2 ഫ്രണ്ട്സ് ഉണ്ട്. വീട്ടിൽ വന്നാൽ കളിക്കുന്ന ഫ്രണ്ട്സ് ഞങ്ങൾ 2. അതിനൊക്കെ കൂടിക്കോളൂ അല്ലെ? എല്ലാത്തിനും പിള്ളേരെ നോക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഇഷ്ടമുള്ള കാര്യത്തില. ഇപ്പൊ ഈ സെലിബ്രിറ്റീസ് ഏറ്റവും കൂടുതൽ ചെയ്യുന്ന അവരുടെ ലൈക്ക് നിങ്ങളുടെ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്രൈവറ്റ് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ ഒത്തിരി പബ്ലിക്കിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ എല്ലാം അങ്ങ് എന്തായിരുന്നു ചെയ്യാനൊന്നും താല്പര്യം ഇല്ലാത്ത കൂട്ടത്തിൽ നിങ്ങൾ എങ്ങനെയാ അങ്ങനെ എന്തെങ്കിലും ഡിസിഷൻസ് ഒക്കെ എടുക്കുന്ന കൂട്ടത്തിലാണ്? നമ്മൾ പണ്ട് തൊട്ടേ നമ്മുടെ പേഴ്സണൽ ലൈഫ് അതില് എന്താ പറയാ, പ്രൈവസി എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിപ്പം ഞാന് എബിയുടെ കാര്യം മാത്രമല്ല, ഞാൻ അല്ലാതെ ഇരിക്കുന്ന സമയത്തും എനിക്ക് എന്റെ ഫാദർ ആൻഡ് മദർ ഇപ്പൊ ഒരു ഇന്റർവ്യൂവിൽ പോലും അല്ലെ പബ്ലിക്കലി ഇറങ്ങുമ്പോൾ അവരുടെ ചോയ്സ് ആണ് ആ വീഡിയോയിൽ വരണോ വേണ്ടോ എന്നുള്ളത്. ഞാൻ മകളായതുകൊണ്ട് ആ വീഡിയോയിൽ അവര് വരണമെന്ന് ഞാൻ നിർബന്ധം പിടിക്കില്ല. ഞാൻ എപ്പോഴും പറയാം, അപ്പ അമ്മ ഒരു ഇന്റർവ്യൂ വരുന്നുണ്ട്, നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടോ, ഒരു ചോദ്യങ്ങൾ ചോദിച്ചാൽ തരാം. അപ്പൊ അവർ പറയില്ല, താല്പര്യമില്ല. ആ സമയത്ത് നമ്മൾ നിർബന്ധിക്കുകയോ കാര്യങ്ങളോ ഒന്നും ചെയ്യില്ല. അതേ സംഭവം തന്നെയാണ് നമ്മളൊരു റിലേഷൻഷിപ്പിലായപ്പോഴും നമ്മൾ തീരുമാനിച്ചാണ് നമ്മൾ പബ്ലിക്കലി ഇത് പറയില്ല, ഇത് പുറത്തേക്ക് ഇപ്പൊ കൊണ്ടുവരണ്ടെന്നുള്ളത് അന്നേരം എടുത്ത ഡിസിഷനാണ്. അപ്പൊ അതിൽ നമ്മൾ ആക്ച്വലി വി ആർ വെരി ഹാപ്പി. അങ്ങനെ ചെയ്തതിൽ നമ്മൾ ഭയങ്കര എന്ന് വെച്ചാൽ നമ്മുടെ ക്ലോസ് ഫ്രണ്ട്സിന് എല്ലാവർക്കും അറിയാമായിരുന്നു. ഇപ്പം ഇൻഡസ്ട്രി തന്നെ നമുക്ക് വളരെ അടുത്ത സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും തന്നെ അറിയാം. ഞാൻ പറഞ്ഞ പോലെ പബ്ലിക്കലി നമ്മൾ അപ്പിയർ ചെയ്തിട്ടുണ്ട്. അത് നോട്ടീസ് ചെയ്തില്ല, അത് ഞങ്ങളുടെ കഴിവുകൊണ്ടായിരുന്നു മാത്രമേ പറയുന്നുള്ളൂ, ഞങ്ങളുടെ അഭിനയ മികവുകൊണ്ട്. പിന്നെ ഒരേപോലെ ഏകദേശം ഇരിക്കുന്നതുകൊണ്ട് അങ്ങ് വിട്ടു. ഓക്കെ, ഫസ്റ്റ് പറഞ്ഞ ഒരു സെലിബ്രിറ്റി ആരായിരിക്കും നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ് ആദ്യമേ ചെന്ന് പറഞ്ഞു? ഓർമ്മയില്ല, ഫസ്റ്റ് പറഞ്ഞതെന്ന് എനിക്ക് ഓർമ്മയില്ല. ഓർക്കുന്നുണ്ടോ? ഇല്ല, സെക്കൻഡ് പറഞ്ഞത് അത് ഒട്ടു ഫസ്റ്റ് പറഞ്ഞ ഓർമ്മയില്ല, പിന്നെ സെക്കൻഡ് പറഞ്ഞ ഓർമ്മ. അല്ല, അപ്പൊ മനസ്സിലുള്ള ആരോടായിരിക്കും ആദ്യം പറഞ്ഞായിട്ട് തോന്നുന്നത്? അയ്യോ, അത് വർഷം മുന്നല്ലേ. ഗ്രേസ് വർക്ക് ചെയ്ത മൂവീസിലുള്ള ഹീറോസ് അല്ലെങ്കിൽ ആക്ടേഴ്സിനൊക്കെ അത്യാവശ്യം ഞാനിടയ്ക്ക് സെറ്റിൽ ചെല്ലും, അങ്ങനെയൊക്കെ ഉള്ളപ്പം എനിക്ക് ഓർമ്മയില്ല. ഓർമ്മയില്ല. ഈ റിലേഷൻഷിപ്പ് ആയിരിക്കുന്ന സമയത്ത് തന്നെ ഇപ്പൊ ചേച്ചിക്ക് ആഗ്രഹം മൂവിയാണ്, മൂവിയിൽ ആക്ട് ചെയ്യാനാണ്. അപ്പൊ ഓൾറെഡി ലോകം കണ്ട വ്യക്തിയാണ്, കുറച്ച് പേരെയൊക്കെ പരിചയപ്പെട്ട് കുറച്ചും കൂടെ. ഞാൻ ലോകം കണ്ടിട്ടില്ലേ, മാർക്ക് ഇട്ട് കൊടുക്കരുത്. അതല്ല, ലോകം കണ്ട വ്യക്തിയാണ് തന്നെ ഭയങ്കരമായിട്ട് ഏജ്ഡ് ആക്കുന്നു. 18 വയസ്സല്ല ആ ഒരു ഇത്, കുറച്ച് 8 ഇയേഴ്സിന് ഡിഫറൻസ് ഉണ്ടല്ലോ. അപ്പൊ എങ്ങനെയാ ടിപ്സ് അല്ലെങ്കിൽ ഉപദേശം എന്തെങ്കിലും കൊടുക്കാറുണ്ടോ ആ ഒരു സമയത്ത്? പിന്നെ തീർച്ചയായിട്ടും, ഐ മീൻ ഗ്രേസ് ഹാപ്പി വെഡിങ് കഴിഞ്ഞ ഒരു ടൈമിലാണ് ഞങ്ങൾ പരിചയപ്പെട്ടത്. പിന്നെ അന്നോട്ട് ഒരു 1 ഇയർ ഞങ്ങൾ ഭയങ്കര സുഹൃത്തുക്കളായിരുന്നു. അപ്പൊ ആ സമയത്തൊക്കെ എനിക്ക് വരുന്ന ഓഫേഴ്സ് എനിക്ക് ആരോട് ചോദിക്കണം എന്ന് അറിയത്തില്ല, എന്ത് ചെയ്യണം, ഇത് എടുക്കണോ വേണ്ടയോ എന്ന് നമുക്ക് അറിയത്തില്ല. അപ്പം ഞാൻ എബിയുടെ ചോദിച്ചുകൊണ്ടിരുന്നത്, ഇത് എടുക്കണോ വേണ്ടയോ. കാരണം വീട്ടില് അങ്ങനെ ആർക്കും ഇൻഡസ്ട്രിയെ പറ്റി അറിവില്ലല്ലോ. ബേബി പറഞ്ഞ ഇത് കൊള്ളാം, ഇത് കുഴപ്പമില്ല, നല്ല ഗ്രൂപ്പാണ്, നല്ല ടീമാണ്, അങ്ങനെ ഉപദേശങ്ങളൊക്കെ തരുമായിരുന്നു. പിന്നെ എന്നെ ഇങ്ങനെ അതുപോലെ ഒരു കുശവന്റെ കയ്യിലെ കളിമണ്ണായിരുന്നു ഞാൻ. ഏറ്റവും അപ്രീഷിയേറ്റ് ചെയ്ത ഒരു മൂവി ഏതായിരിക്കും എബി ചേട്ടൻ കണ്ടതിന് ശേഷം? ക്രിട്ടിക്കാണ് ഭയങ്കര. അത് ബ്രൂട്ടലി ഓണസ്റ്റ് ആണ്, ബ്രൂട്ടലി ഓണസ്റ്റ് ആണ്. അതായത് ഒരു മയോ ഇല്ല എന്നൊക്കെ നമ്മൾ പറയില്ലേ. ചില സിനിമയെ കണ്ട് എന്തുവാ ചെയ്ത് വെച്ചിരിക്കണേന്ന് ചോദിക്കും. ചില സിനിമകള് കംപ്ലീറ്റ് അപ്പൊ ചില സിനിമകൾ കാണുമ്പോഴത്തേക്കും അത് കൊള്ളായിരുന്നു കേട്ടോ, അത് ഭയങ്കര ചില മൊമെന്റ്സും ചില റിയാക്ഷൻസ് ഒക്കെ കാണുമ്പോൾ പുള്ളി തിയേറ്ററിൽ ഇരുന്നതിന് എന്നെ ഇങ്ങനെ നോക്കും, ഹലോ എന്ന് പറയും. ചില അതുപോലെ തന്നെ ഇങ്ങനെ ചോദിക്കും. അപ്പൊ എനിക്ക് അപ്രീഷിയേറ്റ് ചെയ്തിരിക്കണ എനിക്ക് അങ്ങനെ ഒരുപാട് മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ട്. അന്നേരം ഏറ്റവും ഇപ്പോഴും ഇരിക്കുന്ന ഒരു എക്സ്പ്രഷൻ ഇപ്പൊ ഇങ്ങനെ തിരിഞ്ഞു നോക്കും. അത് റിപ്പീറ്റഡ്ലി ഞാൻ കണ്ടേക്കണത്, ഞാനൊരു പടം ചെയ്തിട്ടുണ്ടായിരുന്നു, പടച്ചോനെ നിങ്ങള് കാത്തോളി എന്ന് പറഞ്ഞിട്ട്. അതിലെ ഒരു ടീസർ റിലീസ് ആയിട്ടുണ്ടായിരുന്നു. ഞാനിങ്ങനെ പല ക്യാരക്ടേഴ്സ് ആയിട്ട് വന്നിട്ട് ഒരു കള്ളവോട്ട് ചെയ്യണ ഒരു പരിപാടി. അത് ഇറങ്ങിയ സമയത്ത് എബി ഇങ്ങനെ റിപ്പീറ്റഡ്ലി ആ യൂട്യൂബ് വീഡിയോ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കണ്ടോണ്ടിരുന്നിട്ട് ഇങ്ങനെ ചിരിക്കും. അപ്പൊ ഞാൻ എന്താ ചിരിക്കുന്നത്, അത് ഞാൻ നിന്റെ ഈ സാധനം കണ്ടിട്ട് ചിരിക്കാന്ന് പറഞ്ഞോണ്ട് എങ്ങനെ. അപ്പൊ അതെനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഇപ്പൊ മ്യൂസിക് കമ്പോസറും കൂടെ ആയതുകൊണ്ട് പാട്ടൊക്കെ പാടി കൊടുക്കാറുണ്ടോ? ഞാൻ ചോദിക്കും എന്നെ കൊണ്ടൊന്ന് പാട്ട് പഠിപ്പിക്കാനായിട്ട്.
ഞങ്ങൾ മ്യൂസിക് കമ്പോസേഴ്സ് പാട്ട് പാടുമല്ല, പാട്ടുണ്ടാക്കി പാട്ടുകാരെ കൊണ്ട് പാടിപ്പിക്കുകയാണ്. പാടിപ്പിക്കാണ് പാട്ടുകാരെ കൊണ്ട്. പാട്ടുകാരെ കൊണ്ട് ഇപ്പൊ അങ്ങനെയില്ല, പാടാൻ കുറച്ച് കഴിവുള്ളവരെ നിങ്ങൾ പാട്ടുകാരാക്കില്ലേ? അതൊക്കെ അതാണ് നമ്മൾ പാടിപ്പിക്കുവാണ്. പാടിപ്പിക്കാണ്. അപ്പൊ ഇവിടെ പാടിപ്പിക്കാറുണ്ടോ? പ്ലാൻ ഉണ്ടോ? ഗ്രേസ് നന്നായിട്ട് പാടും, നല്ല സൂപ്പർ ആയിട്ട് പാടും, ആർക്കും അറിയത്തില്ല. പക്ഷെ എനിക്കൊരു അവസരം തന്നിട്ടില്ല. അതിപ്പോ അവസരം വേണ്ട, എനിക്ക് അവസരം വേണ്ട. ചേട്ടൻ വേണ്ട, എനിക്ക് അവസരം വേണ്ട. ഇതുവരെ എന്റെ കഴിവിനെ അംഗീകരിക്കാത്തവർ ഇനി എന്റെ കഴിവിനെ അംഗീകരിക്കണ്ട. നിങ്ങൾ എനിക്ക് പേടിയാ, പാടില്ല. പാടില്ല. കമന്റ് ആയിട്ട് എല്ലാരും ഭയങ്കര എന്താ പറയുന്നേ, നോക്കിയിരുന്ന ഒരു സിനിമയിലായിരിക്കും ഗ്രേസ് ആദ്യമായിട്ട് പാടാൻ പോകുന്നത്. ഓ മൈ ഗോഡ്. ഇപ്പൊ പറയാൻ വരുമായിരുന്നു, ചേട്ടൻ തന്നെ കമ്പോസ് ചെയ്യുന്ന പാട്ട് മ്യൂസിക്കില് ചേച്ചി പാടുന്നു. വീട്ടിൽ നിന്ന് റെക്കോർഡ് ചെയ്തിട്ട് അപ്പൊ തന്നെ ഡിലീറ്റ് കളി. അങ്ങനെ റെക്കോർഡ് ചെയ്ത് നോക്കിയിട്ടുണ്ടോ? അതിനുള്ള ധൈര്യം വേണ്ടേ? ഐ മീൻ അങ്ങനെ പറയല്ലേ. ഉണ്ട് ഉണ്ട് ഉണ്ട്. അപ്പൊ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. എനിക്ക് വീട്ടിലുണ്ട്, റെക്കോർഡിംഗ് സ്പേസ് ഉണ്ട്. അപ്പൊ അവിടെ ഇരുന്ന് നമുക്ക് എന്ത് ചെയ്യാലോ. അതെ, സ്വന്തം വീടല്ലേ, സ്വന്തമായിട്ട് മ്യൂസിക് കമ്പോസർ ഉണ്ട്, സ്വന്തം മൈക്ക്. അതെ, സ്വന്തം മൈക്ക് ഡിലീറ്റ് ചെയ്യാനോ റെക്കോർഡ് ചെയ്യും, ഡിലീറ്റ് ചെയ്യും. ഈ കല്യാണത്തിന് മുന്നേ ആ ക്വാളിറ്റി ഉണ്ടായിരുന്നില്ല, പക്ഷെ ഇപ്പൊ ആ ക്വാളിറ്റി ഉണ്ട് എന്ന് തോന്നിയ ഒരു ക്വാളിറ്റി ഏതാ? ഒരു ഭാര്യയായി കഴിഞ്ഞപ്പത്തേനും വന്ന ഒരു ചേഞ്ച്. അങ്ങനൊന്നും പറയല്ലേ. അമ്മ ഇതുപോലെ എടി അല്ല എന്താ ഇങ്ങനെ പറഞ്ഞു എന്റെ അടുത്ത്, എടി നിന്റെ ഭർത്താവിന് അത് എടുത്തു കൊടുക്കൂ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ ഇങ്ങനെ അപ്പൊ എവിടെ അനിയത്തി, അമ്മ അങ്ങനെ ഒന്നും പറയല്ലേ, ചിന്തിക്കാൻ പറ്റത്തില്ല. എന്നെ കുഞ്ഞാന്ന് വിളിക്കണേ. അയ്യോ കുഞ്ഞെ നോക്കിട്ട് അങ്ങനെ ഭാര്യന്നൊന്നും പറയല്ലേ, അവർക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. ഓക്കെ, അങ്ങനെ വന്നിട്ടുണ്ട് ഒരു ഭാര്യയായി കഴിഞ്ഞപ്പോ എന്തെങ്കിലും ഭാര്യയായി കഴിഞ്ഞപ്പോഴാണ് ഗ്രേസ് കുറച്ചുകൂടെ ഫണ്ണായതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഫ്രീഡം കിട്ടിയല്ലോ. ഫ്രീഡം അനുവദിച്ചിരുന്ന മോഡേൺ ഫാമിലിയാണ് ഇവരുടെ. ഇല്ല, കല്യാണത്തിന് മുൻപ് ആള് ഭയങ്കര കുറച്ചുകൂടെ ഒരു മച്യൂരിറ്റി ഉണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞപ്പോ അത് പോയി. പക്ഷെ ഇന്നെ ഗുഡ് വേ. ഗുഡ് വേ. നല്ല ഈ കുട്ടിത്തം ചൈൽഡിഷ് ഒക്കെ ഭയങ്കര ആസ്വദിക്കുന്നത്. ഞാൻ വേണൊരു എക്സാമ്പിൾ പറയാം കുട്ടിത്തത്തിന്റെ. വീട്ടിലുള്ള പൊടിയില്ലേ, ഒരു ദിവസം ഞാൻ നോക്കുമ്പോ ഇവര് ബസ് കളിക്കുക. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ടിലത്തെ സീറ്റിൽ ഇവള് ഡ്രൈവർ, നടുക്ക് കൊച്ച് പാസഞ്ചർ, മൂന്നാമത്തെ റോയിലും പാസഞ്ചർ അവളുടെ പാവ. അന്നേരം എന്റെ അമ്മ എന്നോട് പറഞ്ഞാണ്, ഈ ബുദ്ധിയില്ലാത്തതിനാണോ നീ കിട്ടിയത്. ഒന്ന് ആലോചിച്ചൊക്കെ ആ രംഗാല് നമ്മൾ മലയാള പ്രശ്നം കണ്ടോന്നെങ്കിൽ അത് വീഡിയോ ഉണ്ട് ആണല്ലേ. ഓക്കെ, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെ ഒരു ലൈഫിനെ ഭയങ്കര സിമ്പിൾ ആയിട്ട് കാണുക. ബേസിക്കലി ഒരു ചൈൽഡിഷ് ക്യാരക്ടർ ആണല്ലേ. ഞാനോ, എനിക്ക് അങ്ങനെ എന്റെ സറൗണ്ടിങ്സിലുള്ള ആൾക്കാരെ ഹാപ്പി ആയിട്ട് വെക്കുക, അതിനുവേണ്ടി നമ്മൾ ഇത്തിരി കോമാളി ആയാലും പ്രശ്നമില്ല എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ഉള്ള ഒരാളാണ് ഞാൻ. അപ്പൊ അതിനുവേണ്ടി ഞാൻ ഏതറ്റം വരെ ഞാൻ പോകും. അപ്പൊ ഞാൻ നേരെ തിരിച്ചുകൊണ്ട് കേട്ടോ, ഈ ചൈൽഡ് ആവുന്ന ആള് തന്നെ പെട്ടെന്ന് ഒരു സമയത്ത് അല്ലെ ആ ഒരു സിറ്റുവേഷൻ വരുമ്പോ മാറി വേറെ ഇതാവുന്ന കണ്ടു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഇത് അഭിനയിക്കുവാണോ ഒറിജിനലാണോ. അതാണ് എനിക്ക് എക്സ്ട്രീമേ ഉള്ളൂ, എനിക്ക് മിഡിലിൽ നിൽക്കുന്ന പരിപാടി ഇല്ല. ഏതൊരു ഇമോഷൻ ആണെങ്കിൽ എനിക്ക് അതിന്റെ എക്സ്ട്രീമേ ഉള്ളൂ. സന്തോഷമാണെങ്കിൽ ഞാൻ അൾട്ടിമേറ്റ് ആയിരിക്കും, സ്നേഹമാണ് അതിന്റെ അൾട്ടിമേറ്റ്, ദേഷ്യമാണ് അതിന്റെ അൾട്ടിമേറ്റ്, വെറുത്തതാണ്. പിന്നെ എനിക്ക് അവരുടെ മുന്നിൽ പോലും എനിക്ക് അവരുടെ പ്രസൻസ് പോലും എനിക്ക് പറ്റത്തില്ല. അങ്ങനത്തെ ഒരു സംഭവമാണ് എനിക്കുള്ളത്. ഓക്കെ, ഇപ്പൊ നിങ്ങൾ കഴിഞ്ഞ ഇയർ ആണ് മാരേജ് ചെയ്തത്, ഇത്രയും വർഷം ഡേറ്റിംഗ്. എന്തുകൊണ്ട് ആ ഒരു വർഷം കല്യാണം കഴിക്കാം അല്ലെങ്കിൽ നൗ ഇറ്റ്സ് അവർ ടൈം എന്ന് ആ ഒരു തോന്നാൻ കാരണം എന്താണ്? അങ്ങനെ ഒന്നുമല്ല, ഞങ്ങളുടെ പേരൻസ് ഒത്തിരി വർഷങ്ങൾക്ക് മുന്നോട്ട് തന്നെ കല്യാണം കഴിക്കണം എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പം ഒരു ടൈം ആവട്ടെ എന്നുള്ളതായിരുന്നു നമ്മുടെ ഒരു ഇത്. ആ ടൈം ആവട്ടെ എന്ന് പറയുന്നതിന്റെ കാരണം ഗ്രേസിന്റെ ഒരു പ്രൊഫഷൻ കാര്യങ്ങളുണ്ട്. അപ്പം ഞങ്ങൾ വിചാരിച്ചൊരു ഇത്ര പടവേലും കഴിഞ്ഞിട്ട് ഗ്രേസ് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് മതി എന്നായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. പക്ഷെ ഏതോ ഒരു മൊമെന്റ് ഞങ്ങള് ഇനി ഇങ്ങനെ സമയം കളയണ്ട, ഇപ്പൊന്ന് വെച്ചാ എല്ലാ കാര്യങ്ങളും, അതായത് രാത്രി രണ്ടുപേരുടെ വീട്ടിലോട്ട് പോകുന്നു എന്ന് ഒഴിച്ച് ബാക്കി ഫുൾ ടൈം എന്ന് പറഞ്ഞ പോലെ ഞങ്ങൾ ഒരുമിച്ച് ഫ്രീ ആണെങ്കിൽ വരേണ്ട സമയങ്ങൾ ഇപ്പം ഗ്രേസിന്റെ പ്രൊഫഷൻ വൈസ് എനിക്ക് കൂടെ പോകേണ്ടി വരും, അല്ലെങ്കിൽ ചിലപ്പം ഞങ്ങൾ ഒരുമിച്ച് വേറെ എവിടെയെങ്കിലും എന്തെങ്കിലും ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ പോകേണ്ടി വരും. ഇതെല്ലാം നടക്കുന്നു. അപ്പൊ പിന്നെ ഒരുമിച്ചായതുകൊണ്ട് ഇനിയിപ്പം നമുക്ക് ഒരുമിച്ച് കാര്യങ്ങളെല്ലാം ചെയ്യാമല്ലോ എന്നുള്ളൊരു തോട്ട് ഞങ്ങൾക്കും വന്നു. വീട്ടുകാർ കുറെ കാലം ആയിട്ട് പറയുന്നുണ്ടായിരുന്നു നിങ്ങൾ കല്യാണം കഴിക്കും, പിന്നെ നിങ്ങൾക്ക് എപ്പോ വേണേലും എവിടെ വേണേലും പോകാമല്ലോ ഈസി ആയിട്ട്, അങ്ങനെയൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾക്കും പിന്നെ ഗ്രേസിനാണെങ്കിലും ഗ്രേസിന്റെ പ്രൊഫഷൻ വൈസും നല്ലൊരു ഇതിലേക്ക് വന്നു. വന്നു കഴിഞ്ഞപ്പോ ഓക്കെ ഇനിയിപ്പോ എന്തുകൊണ്ട് താമസിപ്പിക്കണം എന്നുള്ളൊരു തോട്ടിൽ നിന്നാണ് പിന്നെ ഞങ്ങള് ആ തോട്ടിലാണ് ഈ തോട്ടിലായി പോയത്. ഇല്ല, അത് ഫണ്ണൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക്
നമ്മൾ പെമ്പിള്ളേർക്ക് നമുക്ക് ഇപ്പൊ ചെറുപ്പം മുതലേ നമുക്ക് കല്യാണം കഴിക്കുന്ന ഒരു സാധനം നമുക്ക് ഉള്ളിൽ എങ്ങനെ കിടപ്പുണ്ട്. അപ്പൊ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ബേബിയോട് പറയാറുണ്ട്, കല്യാണം കഴിച്ചാലോ, ഈ വീട്ടുകാർ എന്ന് ഇത് തന്നെ പറഞ്ഞോണ്ടിരിക്കണത്. അപ്പൊ ബേബി ചോദിക്കും, നീ ഇപ്പൊ അവര് പറയണത് കൊണ്ടല്ലേ ഇത് പറയണത്, അല്ലാണ്ടൊന്ന് ഇരുന്നൊന്ന് ആലോചിക്ക്, കല്യാണം കഴിക്കണോ? ഞാൻ വേണ്ട എന്ന് പറയായിരുന്നു. അതേ ഒരു മൊമെന്റിൽ ഞാൻ എബിയോട് സംസാരിച്ചാണ്, നമുക്ക് കല്യാണം കഴിച്ചാലോ? അപ്പൊ എബി പറഞ്ഞു, ഒന്നുകൂടി ഇരുന്ന് ആലോചിച്ച് നോക്കി. അപ്പൊ ഞാൻ ഇല്ലടോ, എനിക്കിപ്പോ കറക്റ്റ് സമയമായെന്ന് തോന്നുന്നു, എനിക്ക് റൈറ്റ് ടൈം ആയെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നു, തനിക്ക് എപ്പോഴാ റൈറ്റ് ടൈം തോന്നുന്ന സമയത്ത് താനും പറയും എന്ന് പറഞ്ഞു. അപ്പോഴും എനിക്ക് റൈറ്റ് ടൈം ആണെങ്കിൽ നമ്മൾ രണ്ടുപേരും ഒരേ സമയത്താ പറയുന്നുണ്ടെങ്കിൽ നമുക്ക് കല്യാണം കഴിക്കാം. അങ്ങനെ ഞങ്ങള് ഫാമിലിയെ അതും കൂടെ പറഞ്ഞേക്കാം അവരോട്, എന്തായാലും ഇത്രയും പറഞ്ഞില്ല. 2 ഫാമിലിയും കൂടെ ഞങ്ങള് ഡിന്നറിന് കൊണ്ടുപോയപ്പോ ഇവർക്ക് വലിയ സർപ്രൈസിങ് ഒന്നുമല്ല, ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പോകാറുള്ള, അങ്ങനെ ട്രിപ്പൊക്കെ പോകാറുള്ള. അങ്ങനെ ഞങ്ങൾ കൊണ്ടുപോയി ഫുഡൊക്കെ കഴിച്ചു. ഞങ്ങൾ പറഞ്ഞു, എല്ലാം ഫുഡൊക്കെ കഴിച്ചില്ലേ? അപ്പൊ ഞങ്ങള് ഒരു കാര്യം പറയാൻ വേണ്ടി നിങ്ങളെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നതാണ്. അപ്പൊ എന്താ? അല്ല, ഞങ്ങളിങ്ങനെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. അപ്പൊ അവര്, ഓ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ, അല്ല നിങ്ങൾ ഞെട്ടുന്നില്ലേ? എന്തിന്? അല്ല, ഞങ്ങള് ശരിക്കും അടുത്ത മാസം എന്നുള്ള രീതിയിൽ. അപ്പൊ അവരിങ്ങനെ ഒന്ന് സീരിയസ് ആയി, അടുത്ത മാസം? അപ്പൊ ഞങ്ങൾ പറഞ്ഞു, അടുത്ത മാസം പെട്ടെന്ന് ചെയ്യാവുന്നതാണ്. പിന്നെ എല്ലാം പട്ടപ്പട്ടേന്നായിരുന്നു. പിന്നെ അവര് ഭയങ്കര എക്സൈറ്റഡ് ആയോ, ആളെ വിളിക്കണ്ടേ? അങ്ങനെ ഞങ്ങൾ എക്സ്ക്യൂസ് മീ, അവിടെ ഒന്ന് നിർത്തും, നമ്മള് ആരെയും വിളിക്കുന്നില്ല. അതെന്താ ആരെയും വിളിക്കാത്ത? പിന്നെ ഞങ്ങൾ അവരെ ഒന്ന് മനസ്സിലാക്കി എടുക്കാനും, പിന്നെ കുറച്ച് സമയം എടുത്തത് അവരെ ഒന്ന് മനസ്സിലാക്കിയിട്ട് നമ്മുടെ റൂട്ടിലേക്ക് കൊണ്ടുവരാന്നുള്ളൊരു ആയിരുന്നു ഞങ്ങളുടെ ഏറ്റവും വലിയ ടാസ്ക്. ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഫിലിം ഇൻഡസ്ട്രി അവിടെ നിർത്തിയാലും നമ്മുടെ അച്ഛനമ്മമാർക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിലേറ്റീവ്സ്, സഹോദരങ്ങൾ കൊറേ ഇതുണ്ടാവും. അവർക്ക് അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, അവരെ എത്ര മനസ്സിലായി, അവരെങ്ങനെ കൺവിൻസ് ചെയ്യും? ഇല്ല, ഫുള്ളി അതെ ഫുള്ളി കൺവിൻസ്ഡ് ആയിരുന്നു നമുക്ക് പറയാൻ പറ്റില്ല. അക്കാര്യത്തിൽ നമ്മള് ഒരു 80% സക്സസ് ആയിട്ടുള്ളൂ. അത് അവരെ കുറ്റം പറയാനോ നമുക്ക് പറ്റില്ല. അവരുടെ ഒരു വളർന്നു വന്ന സാഹചര്യവും അവർക്ക് അവരുടെ ബന്ധങ്ങൾക്ക് കൊടുക്കുന്ന ഒരു വിലയും നമുക്ക് ഒരിക്കലും നമുക്ക് ഇത് നിങ്ങൾ ചെയ്തത് മോശമെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഇത് നമ്മുടെ മൊമെന്റ് ആണ്. അപ്പൊ ഞങ്ങൾ പറഞ്ഞ ഇത്രയേ ഉള്ളൂ, ഇത് ഞങ്ങളുടെ വിവാഹമാണ്, അത് എങ്ങനെയാവണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം നമുക്കില്ലേ എന്ന് മാത്രമേ ചോദിച്ചു. അപ്പൊ അവര് ഓക്കെ ശരി, അങ്ങനെയാണെങ്കിൽ ഇത്രയും നാളും ഫൈറ്റ് ചെയ്തിട്ട് നിങ്ങൾ കല്യാണം കഴിക്കാന്ന് പറഞ്ഞത്, ഇനിയിപ്പൊ ഇത് പറഞ്ഞിട്ട് നിങ്ങൾ മുടക്കണ്ട എന്നുള്ള രീതിയിൽ അവര് ശരി. ചെറിയൊരു സങ്കടം, വിഷമമുണ്ട്, സ്റ്റിൽ അവർക്ക് വിഷമമുണ്ട്. അതിൽ നമുക്ക് ഒരിക്കലും ഇല്ല നിങ്ങൾ വിഷമിക്കണ്ടെന്ന് നമുക്ക് പറയാനും പറ്റില്ല. ഏറ്റവും വിഷമം ഏത് സൈഡിലാ? 2 കൂട്ടർക്കും ഉണ്ട്. ഇപ്പോഴും നമ്മളോട് മിണ്ടാതിരിക്കുന്ന നമ്മുടെ ബന്ധുക്കളുണ്ട്, ഇപ്പോഴും ഞങ്ങളോട് പരാതി പറയുന്ന ആന്റിമാരും അങ്കിൾമാരും ഉണ്ട്. നിങ്ങളെക്കാൾ കൂടുതൽ അവരാണ് ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്നത്. ബട്ട് സ്റ്റിൽ ഉണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ എല്ലാവർക്കും അറിയാവുന്ന ഒരു ഫേസ് ആണല്ലോ. അപ്പൊ അവര് നമ്മുടെ കല്യാണം അവർ അത്ര എക്സ്പെക്ട് ചെയ്തിരുന്നു, ആഘോഷിക്കാനായിട്ട് അവർ തയ്യാറെടുത്തിരിക്കുവായിരുന്നു. അപ്പൊ അത് അവർക്ക് ഭയങ്കര ഞെട്ടലായിപ്പോയി.